കഴിഞ്ഞ ദിവസം റഷ്യയുടെ 40 എയർക്രാഫ്റ്റുകൾ തകർത്തുകൊണ്ട് ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് റഷ്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. 12 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 60 പേർക്ക് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്ന് ഉക്രൈൻ ലാൻഡ് ഫോഴ്സ് അറിയിക്കുന്നു. അവർ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് തരം മിസൈലാണ് അല്ലെങ്കിൽ എന്താണ് ആ മിസൈൽ എന്ന് അറിയില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ വിശദീകരണം. കീവ് അടക്കമുള്ള നഗരങ്ങളിലും ബാലിസ്റ്റിക് മിസൈലിന്റെ കനത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ആളുകൾ സുരക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ഷെൽട്ടറുകൾക്ക് നേരെ പോലും വലിയ രീതിയിൽ തന്നെ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇത് ലോകം കരുതിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ ഈ വലിയ ഡ്രോൺ ആക്രമണം നടത്തുകയും റഷ്യയുടെ എയർക്രാഫ്റ്റുകൾ തകർക്കുകയും ചെയ്തപ്പോൾ ലോകം ഭയന്നിരുന്ന ഒരു കാര്യം തന്നെയാണ്. റഷ്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകും, അത് ഭയാനകമായ രീതിയിലായിരിക്കുമെന്ന്. ഏതായാലും അതിനെ അടിവരയിട്ടുകൊണ്ട് ഇപ്പോൾ റഷ്യ ഒരു പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനിൽ തീമഴ പെയ്യിച്ചുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ വലിയ തിരിച്ചടി തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം ഉക്രൈനെ ബാക്ക് ചെയ്യുന്നത് മുഴുവൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്, നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന രാജ്യങ്ങളാണ്. ജർമ്മനിയും UK അടക്കമുള്ള രാജ്യങ്ങൾ ആയുധം നൽകി ഉക്രൈനെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നറിയില്ല. സമീപകാലത്തൊക്കെ ഈ ഏറ്റുമുട്ടലിന്റെ രീതികൾ മാറി മറിയുകയാണ്. റഷ്യയുടെ ഉള്ളിൽ പോലും കടന്നു ചെന്ന് ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തുമ്പോൾ റഷ്യ ഡ്രോണുകൾക്ക് പകരം ഇപ്പോൾ മിസൈലുകൾ തന്നെ ഉപയോഗിച്ചാണ് തിരിച്ചടി നൽകി തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.